I now welcome Mr. Anish T.A., writer and first runner-up of Bigg Boss Malayalam Season 7 to the stage to share a few words with us. Please welcome, sir. ഹായ് പാലക്കാട്. വേദിയിലിരുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള മിനിസ്റ്റർ, MLA, അതുപോലെ തന്നെ അഹല്യ ഗ്രൂപ്പിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ, സർവോപരി എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, അതുപോലെ തന്നെ അവരുടെ പാരൻസ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ബിഗ് ബോസിനെ കുറിച്ച് പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളായിട്ട് നേടിയെടുത്ത നിങ്ങളുടെ വിജയത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാനൊക്കെ ആക്ച്വലി 90s കിഡ്സ് ആണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നു, +1 വരുന്നു, +2 വരുന്നു. അത് കഴിഞ്ഞിങ്ങനെ ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, അവരവർ തന്നെ ഒരു കോൺഫിഡൻസോടുകൂടെ മുന്നേറാനായിട്ട് സാധിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 2K കിഡ്സ്, ജെൻസി കിഡ്സ് സൂപ്പറാണ്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുതിർന്ന തലമുറ 2K കിഡ്സ് അല്ലെങ്കിൽ ജെൻസി കിഡ്സിന്റെ അവരെ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എതിർക്കും. അതിന് കാരണം നിങ്ങൾ ഭയങ്കര മൾട്ടി ടാസ്കേഴ്സ് ആണ്. നിങ്ങൾ മൊബൈൽ നോക്കുന്നു, പഠിക്കുന്നു, ഫുൾ A+ വാങ്ങുന്നു, അവിടെ പോകുന്നു, കറങ്ങി നടക്കുന്നു, യാത്ര ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അസൂയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഇത്ര മൾട്ടി ടാസ്ക്, ഇത്ര കോൺഫിഡൻസോട് കൂടെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത അഹല്യയോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. കാരണം അഹല്യ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകമെമ്പാടും വളർന്നു നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അനുമോദനവും അവാർഡുകളും കിട്ടുന്നത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആദരമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തുടർന്നുള്ള ഭാവിയിൽ നിങ്ങൾക്ക് എന്താണോ ആവാനായിട്ട് ആഗ്രഹം, ഇപ്പോൾ പല ആളുകളും പറയും മറ്റുള്ളവരെ നോക്കിക്കാണുക, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കാണുക, അതിനൊപ്പം പോവുക എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. ഓരോ ആളുകളും വ്യത്യസ്തമാണ്, ഓരോ ആളുകളുടെ ചിന്താഗതികളും വ്യത്യസ്തമാണ്, ഓരോ ആളുകളുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ്, ഓരോ ആളുകളുടെയും നിരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവണം എന്നുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ മറ്റാരെയും കൂസാതെ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ പാത നിങ്ങൾ തന്നെ വെട്ടിത്തുറന്ന് മുന്നേറാനും അതുവഴി ലോകത്തിൽ നിങ്ങൾക്കൊരു മാർക്ക് ഉണ്ടാവാനും ലോകത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നു എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ അതിമനോഹരമായിട്ട് വിഷ് ചെയ്തുകൊണ്ടും അതിമനോഹരമായിട്ട് നിങ്ങളെയൊക്കെ എന്ന് കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും നിർത്താണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച നമ്മുടെ അനീഷിന് ഹൃദയം നിറഞ്ഞ നന്ദി. Now I invite our beloved principal Dr. P.R. Suresh, Ahalya School of Engineering and Technology, to hand over a memento to Mr. Anish. All of you please put your hands together. For writer, Bigg Boss Season 7 first runner-up, Mr. Anish. Thank you, sir. Thank you, Anish.